സി മുനീറും ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ച ലോകത്തിന് മുഴുവൻ അല്ലെങ്കിൽ ആദ്യത്തിന് തന്നെ ആ രാജ്യം കൊണ്ട് ഒരു ഉപയോഗവുമില്ല. പാകിസ്ഥാന്റെ കാര്യമാണ് പറയുന്നത്. അത്രയും ദരിദ്രമായ, സാമ്പത്തികമായി എക്കണോമിക്കലി ഒരു ഗ്രോത്തും ഇല്ലാത്ത ഒരു രാജ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അവരുടെ ഫീൽഡ് മാർഷലിനെ അയക്കുന്നു. അസീം മുനീറിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഒളിവിൽ പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഇന്ത്യയെ ഭയന്ന്. അങ്ങനെ ഒരാളുമായി എന്തിനായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്? മറ്റെന്തെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇത്തരത്തിൽ ഒരു ദരിദ്ര രാജ്യത്തെ സഹായിക്കുക വഴി അമേരിക്കയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അതിപ്പോ അതിനുശേഷമുള്ള അവരുടെ പ്രതികരണം, ഒരുപക്ഷെ ട്രംപിന്റെ പ്രതികരണത്തിന് വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാള് ഒരു ഇയാൾക്ക് വട്ടാ. ഇയാള് ട്രംപിന് പുടിന് വട്ടാണെന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് പരമവട്ട. ഇയാള് ലോക പരാജയമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തുവാൻ പോകുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരും, തർക്കമൊന്നുമില്ല. ഇന്നലത്തെ അയാളുടെ ഒരു മലക്കം മറിച്ചില് നീതി ശ്രദ്ധിച്ചാൽ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. അന്നേരം ഈ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് പങ്കില്ല, ഞാൻ ഇതിനകത്ത് ഇടപെടുന്ന ഒരു വിഷയമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടല്ല എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള വർത്തമാനം നടത്തി. അതിനുശേഷം എൻ്റെ അടുത്ത് ആക്രമിക്കുന്നതിന് മുമ്പ് ചോദിച്ചായിരുന്നു, ഖമേനിയെ കൊല്ലുമായിരുന്നു പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ കൊലപാതകം ഒന്ന് മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ അയാൾ നേരെ പ്ലേറ്റ് അങ്ങ് മാറ്റി. കാരണം ഇറാൻ പറഞ്ഞു ഇയാളെ പാട്ട് കൂടി, ഇയാളെ കരാറും തോപ്പും എന്ന് പറഞ്ഞു അത് വലിച്ചേറി കളയുന്നോളം കളഞ്ഞു. അതിനുശേഷം ഇയാൾ പ്ലേറ്റ് മാറ്റി, ഇയാളുള്ള കപ്പലും ഇയാളുടെ ഉത്തവുമാനും ഒക്കെ പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ G7 ഉച്ചകോടി ചെന്നു രാജ്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു ഇയാളുടെ ഈ വട്ടത്തരം ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല. അമേരിക്കയൊക്കെ ശരിയാ, ഞങ്ങൾ കൂടെ നിൽക്കുന്നു, ഞങ്ങളുടെ താല്പര്യങ്ങളും യൂറോപ്പിന്റെ താല്പര്യങ്ങളും അല്ലെങ്കിൽ പശ്ചിമേഷ്യ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള താല്പര്യങ്ങളുണ്ട്, പശ്ചിമേഷ്യയുടെ താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങൾ പണ്ടുതൊട്ടേ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതും അതിന് ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ തുടങ്ങിയാൽ കൂടെ കാണത്തില്ല എന്ന് പറഞ്ഞ് വിരട്ടി. അതുപോലെ തന്നെ ഇയാളുടെ പാർട്ടിക്കകത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടായി. അമേരിക്കയിലെ ബിസിനസ്സുകാരകത്ത് വലിയ വലിയ ബിസിനസ്സുകാര് ഇയാളുടെ നിലപാടിനോട് എതിർപ്പ് പ്രയോഗിച്ചു. കാരണം ഇയാൾ ഇസ്രായേലിനെ വിട്ട് ഇറാന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാം മതമൗലികവാദിക രാജ്യങ്ങൾ, അതായത് മറ്റു രാജ്യങ്ങളായിട്ട് ബന്ധം വേണ്ടെന്നല്ല, ഇയാൾ പോയി ആരുമായിട്ടൊക്കെയാ തുർക്കിയായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റ് സംവിധാനങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്നു, ഹൂതികളുമായിട്ട് ചർച്ച നടത്തും, മതമൂല്യവാദികളൊക്കെ ചർച്ച നടത്തും. ഈ രീതിയിലേക്കുള്ള ചർച്ചയൊക്കെ അമേരിക്കയ്ക്കകത്ത് പ്രശ്നമായി. അമേരിക്കയ്ക്കകത്ത് ബിസിനസ്സിനകത്ത് പ്രശ്നമായി, ഡെമോക്രാറ്റ്സിനകത്ത് പ്രശ്നമായി, റിപ്പബ്ലിക്കൻസിനകത്ത് പ്രശ്നമായി, അവിടുത്തെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരുള്ള ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ അങ്ങനെയുള്ളവരിനകത്ത് പ്രശ്നമായി. അപ്പൊ ഇയാള് ഭയങ്കര പ്രഷറായി. അതുകൊണ്ടാണ് ഇന്നലെ നിലപാട് മാറ്റി. ഇതും അതുപോലെ വരും. ഈ മുനീറുമായിട്ടൊക്കെ എന്താ ബന്ധം? ഇയാളുടെ മരുമോനും മോനുമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയുടെ ബന്ധമാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നു. കാരണം ഈ അമേരിക്കയ്ക്ക് താല്പര്യങ്ങൾ കാണും, അത് പണ്ടുതൊട്ടേ താല്പര്യങ്ങളുണ്ട്. ലോകാധിപത്യത്തിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ ആധിപത്യത്തിലാക്കി അല്ലെങ്കിൽ അവരെ അതിന്റെ മേളിൽ നിന്ന് ഭരിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളതിനകത്ത് പോലെ. പക്ഷെ ഇത് എന്തൊരു കാര്യമാണ്? അന്നേരം അവരവരുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ടാണ്. ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നു അവിടെ ഒരു തുറമുഖം കാലങ്ങളായിട്ട് അമേരിക്ക വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ തുറമുഖം ഇപ്പൊ അമേരിക്കയുടേതാണെന്ന് ലോകം മൊത്തം അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ആണവ ആയുധങ്ങൾ അമേരിക്ക സംരക്ഷിച്ചുകൊണ്ടിരുന്ന ലോകം മൊത്തം അറിഞ്ഞില്ലേ? ഇപ്പൊ ഇത് സ്ഥിരീകരിക്കുന്നതല്ലേ ഈ മുനീർ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളെ അടവച്ച് വിരിയിക്കുന്നതിന്റെ നേതാവായിട്ടുള്ളിടത്തെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ഇതുവരെ വന്ന സൈനിക മേധാവികൾ ഏറ്റവും ഇത്തരത്തിൽ താല്പര്യമുള്ളവൻ അല്ലെങ്കിൽ ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നവനായിട്ടുള്ള ആൾ, അയാളെ വിളിച്ച് വൈറ്റ് ഹൗസ് ചർച്ച നടത്തുക, അതിനുശേഷം വലിയ വിരുന്ന് കൊടുത്തോ. ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ വിരുന്ന് ഇത് ഇത്രയും കാലത്തിനകത്ത് അമേരിക്കയിൽ കിട്ടിയിട്ടില്ല. ഈ ഒരു സൈനിക മേധാവി വിളിച്ച് വിരുന്ന് കൊടുക്കുന്നതിന്റെ കാര്യം എന്ത്? ഈ സൈനിക മേധാവിയെ വെച്ച് വിരുന്ന് കൊടുക്കുന്നതിനകത്ത് ഇനി ഈ പൊട്ടം കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത് താല്പര്യമില്ലല്ലോ. ഇന്ത്യ പഴയ ഇന്ത്യയല്ലോ, ഇയാൾ വരട്ടാനൊന്നുമില്ല. വരട്ടിയാൽ നമ്മൾ മൂസാക്കി കൊടുക്കത്തില്ല, അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഏതാണ്ട് കുറച്ച് 35 മിനിറ്റോളം ഈ പറയുന്ന ട്രംപുമായിട്ട് മോദി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പുള്ള സംസാരമാണ് ആ സംസാരം. ആ സംസാരത്തിനകത്ത് മോദി പറഞ്ഞിട്ടുണ്ടാവും, നേരത്തെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുമായിട്ട് ഇടപെട്ടാണ് ഞങ്ങൾ ഈ യുദ്ധം നിർത്തിയത്, അതിനകത്ത് വ്യക്തത വരുത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യം
അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷം മുനീറെ പോലുള്ള പാകിസ്ഥാനെ പോലുള്ളവർക്ക് വാക്കു കൊടുത്തിട്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരവസ്ഥയില്ല. നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് അത്തരത്തിൽ അംഗീകരിച്ച് തരാൻ പറ്റുന്ന ഒരു കാര്യവുമല്ലെന്നുള്ള രീതിയിലുള്ള സംസാരം തന്നെ ആയിരിക്കും മോദി സംസാരിച്ചത്. അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പം ഇയാളുടെ താല്പര്യം ഇപ്പൊ ഈ മുനീറുമായിട്ടുള്ള സംസാരത്തിന് ശേഷം ഇസ്രായേലുമായിട്ട് വീണ്ടും തെറ്റാൻ പോവുക. ഇസ്രായേലിനെ അങ്ങ് സഹായിക്കുന്നു. സീമന്ത രാജ്യമാണ്, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നിടത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. അമേരിക്കയുടെ നിലനിൽപ്പ് ജൂതന്മാരാ. അല്ലാതെ നാളെക്കാലത്തെ സഹായിച്ചോളാം, അവന്മാര് സഹായിക്കത്തുള്ളൂ, അവൻ ലോക ചതിയന്മാരാ. അവന്മാര് സഹായിക്കുന്നുണ്ടെങ്കിൽ അവന്മാരുടെ വേര് നിൽക്കുന്നിടം അല്ലെങ്കിൽ അവന്മാർക്ക് നിലനിൽപ്പ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴേ സഹായിക്കത്തുള്ളൂ. ജൂതന്മാരെ വെല്ലുവിളിച്ച് ഇന്ന് ഒരു യൂറോപ്യൻ കൺട്രീസിനും ഒരു നാറ്റോ രാജ്യത്തിനും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പറയുന്നു 90,000 പേര് മാത്രം, 1 കോടിക്ക് താഴെ ചെറിയൊരു രാജ്യം എന്നൊക്കെ പറയുന്നെങ്കിലും ലോക എക്കണോമിയെ നിയന്ത്രിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ സ്വാധീനവും വലുപ്പവുമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂത കമ്മ്യൂണിറ്റി. നമ്മൾ വിചാരിക്കുന്ന പലരും, നമ്മൾ കാണുന്ന പലരും, നമ്മൾ അറിയാത്ത പലരും ജൂതന്മാരാണ്. അവർക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ലോകത്തിനകത്തുണ്ട്. നീതുവിനറിയാമോ? ജൂതന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവരാരൊക്കെയാണെന്ന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കാണ് ലോകം മൊത്തം അവരെ നിലനിർത്തുന്നത്, ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്, ലോകം മൊത്തവും അവരെ ഭയത്തോടു കൂടി കാണുന്നത് കൊണ്ടാണ്. എന്തോ വലിപ്പമുണ്ട് ജൂതൻ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ അത് ജൂതന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഈ ട്രംപ് കാണിക്കുന്ന ഇപ്പോഴത്തെ ഈ ഗോഷ്ഠിക്കകത്ത് അടുത്ത അടി പാകിസ്ഥാന് വേഗം കിട്ടാൻ സാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? ഒരുപക്ഷെ മുനീറും പാകിസ്ഥാനും വെപ്രാളം പിടിച്ച് എങ്ങും നിവർത്തിയില്ലാത്തപ്പോൾ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ അടുത്ത് എന്ന് ഞങ്ങൾ നിങ്ങളുടെ അമേരിക്കയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ട്രംപിനെ ഒന്ന് പൊക്കി കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങളെ ഉപദ്രവിച്ചാൽ അമേരിക്ക കയറി അടിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇതിന്റെ ഭാഗത്തുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശ്രമം നടന്നോട്ടെ, അതങ്ങ് അനുവദിച്ചേക്കാം. എന്റെ മോക്കും മരുമോനും അവിടെ നല്ല ബിസിനസ് സംവിധാനം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ അവിടെ കൊള്ളയടിച്ച് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ധാരണ ട്രംപിനും ഉണ്ടോ എന്ന് തോന്നിപ്പോകും. ഏതായാലും എന്ത് കരാർ അത് ആ മാധ്യമങ്ങൾക്ക് പോലും എൻട്രി ഇല്ല. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ട്രംപും മുനീറും കൂടെ നടത്തുന്ന ചർച്ചയ്ക്കകത്ത് എൻട്രി ഇല്ല. പക്ഷേ നമ്മൾ പാമ്പിടിച്ചെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി മോശമായിരുന്നോ ഈ പറഞ്ഞ ഉക്രൈന്റെ അല്ലെങ്കിൽ മേധാവി സെലൻസ്കി വന്നപ്പോ ഇയാൾ ലോകം മൊത്തം ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക ചർച്ച, എന്നിട്ട് അയാളെ ചീത്ത വിളിക്കുന്ന മൊത്തം ലോകം കാണിക്കുക. കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ ഒരു പ്രസിഡന്റ് വന്നപ്പോ അയാളെ ലോകം മൊത്തം ചീത്ത വിളിക്കുന്ന ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക. ഇയാളാ ഈ പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ നേതാവായിട്ട് നിൽക്കുന്ന രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി. അയാളെ വിളിച്ച് രഹസ്യമായിട്ട് ചർച്ച നടത്തുക. ട്രംപ് ഈ 4 കൊല്ലം കൊണ്ട് പൂട്ടിക്കെട്ടി പോകാൻ അതിന്റെ കൂടെ അമേരിക്കയും കൂടെ പൂട്ടിക്കെട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും എന്ത് ചർച്ച നടത്തിയാലും കുഴപ്പമില്ല. ഇന്ത്യക്കെതിരെയുള്ള നീക്കവും ചർച്ചയും ഒക്കെ ചർച്ചയിൽ മാത്രം ഒതുങ്ങും. അത് ഇന്ത്യക്കെതിരെ നടപ്പാക്കാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ട്രംപ് ഒന്ന് വിളിച്ചത്. ഈ ചർച്ചയ്ക്ക് ശേഷവും ട്രംപ് ലോകത്തിനോട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് എതിരെ നടത്തിയ നീക്കത്തെ പോലെ സമാധാനം പറയേണ്ടി വരും, അല്ലെ പ്ലേറ്റ് തിരിക്കേണ്ടി വരും, ഘടകം തിരിയേണ്ടി വരും എന്നൊക്കെയാണ് ഇതുവരെയുള്ള ട്രംപിന്റെ നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇയാൾ രണ്ടാമത് അധികാരത്തിൽ കയറിയതിന് ശേഷം കാണിക്കുന്നത് മൊത്തവും മഹാമണ്ടത്തരങ്ങളാണ്. ഇയാൾ ലോകത്തുള്ള നേതാക്കന്മാരെ വട്ടെന്ന് വിളിക്കുമ്പോൾ ഇയാൾ ഒരു ഭൂലോക വട്ടനാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ച ഇന്ത്യയും ലോകവും ആശങ്കയോട് കൂടി തന്നെയാണ് കാണുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അസീം മുനീറുമായി ഒരു ചർച്ച നടത്തുന്നു. അവിടെ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്, രഹസ്യ ചർച്ചയാണ്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ സെലൻസ്കിയുമായി നടത്തിയ ചർച്ച മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണം ലോകം മുഴുവൻ കണ്ടിരുന്നു. അതിൽ സെലൻസ്കിയോട് വളരെ മോശമായി ട്രംപ് പ്രതികരിച്ചിരുന്നു. അങ്ങനെ ഒരു രാജ്യത്തോട് പ്രതികരിച്ചിരുന്ന ഉക്രൈൻ പോലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് അത്തരത്തിൽ പരസ്യമായി പ്രതികരിച്ച ട്രംപ് ഇതാ പാകിസ്ഥാൻ പോലെ ഭീകരവാദത്തെ ഊട്ടി വളർത്തുന്ന ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയെ, ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഇത് ആ രാജ്യത്തെ വെറും ഒരു സൈനിക മേധാവിയാണ്. ആ മേധാവിയുമായി ഒരു രഹസ്യ ചർച്ച നടത്തുന്നു. അത് ഇന്ത്യക്കെതിരാണോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും.
വ്യക്തമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.